ആരാധി നോക്കുന്നത് പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരുണ്ടല്ലോ. പഠിച്ചവര് കോടീശ്വരന്റെ മകളുടെ പണം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പൊന്നുമോനെ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ. അതാ നിന്റെ ഭാര്യകത കോടീശ്വരന്റെ മകളാണെന്ന് കരുതിയിട്ട് പണം മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവള് ഒളിച്ചോടിയവളാകട്ടെ, ഒന്ന് പെറ്റവളാകട്ടെ, അവളെ ഒന്ന് കെട്ടിച്ചതാകട്ടെ, ഒന്നും നോക്കണ്ട, പണം മാത്രം മതിയെന്ന് പറഞ്ഞു പണക്കാരന്റെ മക്കളെ കെട്ടാൻ നെട്ടോട്ടമോടുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ തസവ്വജ ലിംറഅതിഹാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ, പണം മാത്രം നോക്കിയിട്ട് എവനെങ്കിലും പെണ്ണ് കെട്ടിയ അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. രണ്ട്, സൗന്ദര്യം നോക്കിയിട്ട് കെട്ടും. പണമില്ല, സൗന്ദര്യം കാണാൻ ഗ്ലാമർ ആയിരിക്കണം, ആര് കണ്ടാലും ഒന്ന് നോക്കണം. റസൂലുള്ള പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടല്ലേ, നിന്റെ പെണ്ണിനെ, നിന്റെ ഭാര്യയെ സൗന്ദര്യം നശിപ്പിച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. സൗന്ദര്യം കൂടി കഴിയുമ്പോ ഒരിക്കലും ആണുങ്ങൾ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയാൻ പാടില്ല, എന്നെക്കാളും സൗന്ദര്യം നിനക്കുണ്ടെന്ന്. എത്ര കൂടുതലാണെങ്കിലും ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ല, എന്നെക്കാളും ഗ്ലാമർ നിനക്ക് കൂടുതലാണെന്ന്. സ്നേഹം കൂടുമ്പോ അങ്ങ് പറയാറുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല, കാരണം അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന്, കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടാറുണ്ട്. വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കെട്ടാറുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുടുംബ മഹിമ നോക്കിയിട്ട് ആരെങ്കിലും പെണ്ണ് കെട്ടിയ അവൻ ആ കുടുംബത്തിൽ നാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പടച്ചവനെ പേടിയുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അല്ലാഹുവേ, ദീനുള്ള പെണ്ണിന്റെ കുടുംബത്തിലെ നല്ല മക്കൾ ജനിക്കൂ. ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ, ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഹദീസിന്റെ കിതാബിൽ കാണാ, സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. സുന്ദരനാട്, വല്ലാത്ത സൗന്ദര്യമാണ്. പടച്ചവരെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ നടക്കുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ നടക്കുകയാ. അവസാനം ഒരു പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്നു കിടക്കുകയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ പടച്ചവരെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുഴയുടെ ചാരത്ത് തളർന്നു കിടക്കുകയാണ്. ആ സമയത്താണ് വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരുന്നത്. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരികയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ എടുത്തിട്ട് കടിക്കുകയാ. പകുതി കടിച്ചപ്പോഴാണ് ചിന്തിക്കുന്നതല്ലോ, അനുവാദം ചോദിച്ചില്ലല്ലോ പടച്ചവരെ, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ പടച്ചവരെ. മഹാനായ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പുഴയുടെ ചാരത്ത് പകുതി ആപ്പിള് കയ്യിൽ പിടിച്ചിട്ടിരുന്ന് കരയുകയാണ്. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടല്ലോ, മരിച്ചുപോയ നരകത്തിലാണല്ലോ. പടച്ചവരെ, എഴുന്നേറ്റിട്ട് പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാണ്. എത്രയോ കിലോമീറ്ററുകൾ നടക്കുകയാ. അവസാനം പടച്ചവനെ, വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്ന ആപ്പിള് തോട്ടം കാണുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നു കൊണ്ടുകയാണ്. അതിനകത്തൊരു മനുഷ്യനെ കണ്ടു, അതിനകത്തൊരു മനുഷ്യനെ കണ്ടു. അവിടെ പോയി നിന്ന് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സാധിച്ചു, ഞാനിവിടത്തെ ജോലിക്കാരനാ, ഞാൻ ഈ തോട്ടത്തിലെ ജോലിക്കാരനാ. യജമാനന്റെ വീട്ടിലെത്തണമെങ്കിൽ 3 ദിവസം രാവും പകലും നടന്നാലോ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ എന്ന് പറയുമ്പോ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ നടക്കാൻ തയ്യാറാവുകയാ. നാളെ പടച്ചവന്റെ പരലോകത്ത് കിടന്ന് നെട്ടോട്ടമോടുന്നതിനെക്കാളും എത്രയോ നല്ലത് ദുനിയാവിലൂടെ നടക്കുകയാണ്. ആപ്പിള് കയ്യിൽ പിടിച്ചിട്ട് ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് 3 ദിവസത്തോളം നടക്കുകയാണ്. അവസാനം നടന്നു അല്ലാഹുവേ, ആ തോട്ടത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പൊട്ടിക്കിടന്നുകൊണ്ടെല്ലാം പറഞ്ഞിട്ട് പൊരുത്തം ചോദിക്കുകയാ. ആ സമയത്ത് ആ മനുഷ്യനുണ്ടല്ലോ, ആ ആപ്പിള് തോട്ടത്തിന്റെ ഉടമയുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞു, സാധിച്ചോ, നീ
കടിച്ച പകുതി ആപ്പിളിൽ ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ സാബിത്തേ, എനിക്കൊരു മകളുണ്ട്, അവൾക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാൻ കഴിയില്ല. ആ പെണ്ണിനെ വിവാഹം കഴിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചിന്തിച്ചു, അല്ലോ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണമല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ, നരകത്തിൽ കടന്ന് കരിയാ കഴിയില്ലല്ലോ, കണ്ണ് കാണില്ലെങ്കിലും ചെവി കേൾക്കില്ലെങ്കിലും നടക്കാ കഴിയില്ലെങ്കിലും ആ പെണ്ണിനെ ഒന്ന് കാണാൻ പോലുമില്ല, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാ മതിയെന്ന് പറഞ്ഞിട്ട് കാണാനിടകുള്ള സുന്ദരനായ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുകയാ. അവസാനം വിവാഹം കഴിഞ്ഞു മണിയറയ്ക്കകത്തേക്ക് കടന്നു കൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനടകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്തിരിക്കുകയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണ് എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിയാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാ സാബിത്തേ, നിന്റെ ഭാര്യ ഞാനാ സാബിത്തേ. എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആ സുന്ദരിയായ പെണ്ണ് പറയുന്നു, സാബിത്തേ, അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ, അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരു ഹറാമും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരു ഹറാമും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ കാലുകൊണ്ട് ഇന്ന് വരെ ഞാൻ നടന്നിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു പടമെടുത്ത് കടിച്ചതിന്റെ പൊരുത്തം തോന്നിക്കാ കിലോമീറ്ററുകളോളം നടന്നുപോയ ഈ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച പെണ്ണ്. ഈ കുടുംബത്തിൽ ഒരു മകൻ ജനിച്ചു, ഈ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് ഒരു മകൻ ജനിച്ചു. ആ മകൻ ആരെന്നറിയുമോ? നല്ല കുടുംബത്തിലെ, ദീനുള്ള കുടുംബത്തിലെ നല്ല മക്കള് ജനിക്കൂ. ഈ മനുഷ്യന്റെ മകനാരെന്നറിയുമോ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. ഈ മനുഷ്യന്റെ മകനാണ് മഹാനായ ഇമാമുനാ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ് എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. പണത്തിന്റെ പുറകെ പോകണ്ട, സൗന്ദര്യത്തിന്റെ പുറകെ പോകണ്ട, കുടുംബമഹിമയുടെ പുറകെ പോകണ്ട, നല്ല പെണ്ണ് കെട്ടട്, സാലിഹത്തായ പെണ്ണിനെ വിവാഹം കഴിക്കട്. നല്ല മക്കളുണ്ടാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ നിന്റെ ഭാര്യ നന്നാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി.